പകുതി വില തട്ടിപ്പുമായി ബന്ധപ്പെട്ട 200 കേസുകൾ കൂടി ഇന്ന് ക്രൈംബ്രാഞ്ചിന് കൈമാറും. പ്രതിദിനം 10 കേസുകൾ വീതമാണ് ലോക്കൽ പോലീസ് രജിസ്റ്റർ ചെയ്യുന്നത്. പുതുതായി കൈമാറിയ കേസിൽ പ്രതിയുടെ കസ്റ്റഡി ആവശ്യപ്പെടും. കൊച്ചിയിൽ നിന്നും സഹിൻ ആന്റണിയാണ് വിവരങ്ങളുമായി ചേരുന്നത്. സഹിൻ ആന്റണി, ഇത്രയും ദിവസങ്ങളായിട്ടും പരാതികൾ ലഭിക്കുന്നതിൽ കുറവുണ്ടാകുന്നില്ല എന്നുള്ളതാണ്. ഓരോ ദിവസവും പരാതികൾ ഇത്രമാത്രമാണ് ലഭിക്കുന്നത്. ഏത് രീതിയിലാണ് തുടർ നടപടികൾ ഇനി ഉണ്ടാകുക? സ്വാതി, പാതിവില തട്ടിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ക്രൈംബ്രാഞ്ച് അന്വേഷണം ശക്തമായി തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ഇതിനിടയിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും കാര്യമായി തന്നെ ഈ കേസ് അന്വേഷിക്കുന്നുണ്ട്. ക്രൈംബ്രാഞ്ചിന് ഇന്ന് 200 കേസുകൾ കൂടി കൈമാറും. നിലവിൽ എല്ലാ ദിവസവും 10ലധികം കേസുകളാണ് സംസ്ഥാനത്തിന്റെ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ രജിസ്റ്റർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ രജിസ്റ്റർ ചെയ്ത കേസുകളാണ് ക്രൈംബ്രാഞ്ചിന് കൈമാറിക്കൊണ്ടിരിക്കുന്നതും. ഇന്ന് 200 കേസുകൾ കൂടി കൈമാറാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. മാത്രമല്ല, ഈ കേസുമായി ബന്ധപ്പെട്ട ഇയാളെ വീണ്ടും കസ്റ്റഡിയിലെടുക്കേണ്ടതുണ്ട്. കഴിഞ്ഞ ദിവസം ലഭിച്ച കേസുകളിൽ ഇയാൾക്ക് വേണ്ടിയുള്ള കസ്റ്റഡി അപേക്ഷ ക്രൈംബ്രാഞ്ച് നൽകിയിട്ടുണ്ട്. മറ്റൊന്ന്, ഈ വിവരങ്ങളൊന്നും കേസ് അന്വേഷണവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ചോരുന്നത് സംബന്ധിച്ച് SP ഇന്നലെ പ്രത്യേക യോഗം വിളിച്ചിരുന്നു. മാധ്യമങ്ങൾക്ക് ഈ വിവരങ്ങൾ ചോർത്തി നൽകരുതെന്ന് അദ്ദേഹം തന്റെ സഹപ്രവർത്തകരോട് ആവശ്യപ്പെടുകയും ചെയ്തു. ഓൺലൈനായി വിളിച്ച യോഗത്തിലായിരുന്നു ഇത്തരത്തിൽ SP-യുടെ ഭാഗത്തു നിന്ന് ഒരു ആവശ്യമുണ്ടായത്. ഉദ്യോഗസ്ഥരോടൊരു നിർദ്ദേശവും കൂടി ഉണ്ടായിരുന്നത്. കാരണം ഈ വിവരങ്ങളെല്ലാം മാധ്യമപ്രവർത്തകർക്ക് ചോരുന്നു എന്നുള്ളതാണ് ക്രൈംബ്രാഞ്ച് കണ്ടെത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മാധ്യമപ്രവർത്തകർക്ക് ഈ വിവരങ്ങളൊന്നും കൈമാറരുത് എന്നുള്ള ഒരു കൃത്യമായ നിർദ്ദേശം നൽകിയിരിക്കുന്നു. പ്രത്യേകിച്ചും രാഷ്ട്രീയക്കാർ പണം വാങ്ങിയതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കൈമാറരുത് എന്നുള്ള ഒരു നിർദ്ദേശം തന്നെയാണ് നൽകിയിരിക്കുന്നത്. അതേസമയം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് രാഷ്ട്രീയ പ്രവർത്തകരുടെ പണമിടപാടുകൾ സംബന്ധിച്ചുള്ള അന്വേഷണം ശക്തമാക്കിയിരിക്കുകയാണ്. വരും ദിവസങ്ങളിൽ പണം വാങ്ങിയിട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തകരെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യാനും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തീരുമാനിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ലാലി വിൻസെന്റിന്റെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ നിരവധി രേഖകൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടെത്തിയിരുന്നു. കൂടാതെ ആനന്ദ്കുമാറുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരവധി രേഖകളും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പിടിച്ചെടുത്തിട്ടുണ്ട്. ഈ സാഹചര്യമെല്ലാം നിലനിൽക്കുമ്പോഴാണ് ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് പണം വാങ്ങിയിട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തകരെ കൂടി ചോദ്യം ചെയ്യാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തീരുമാനിച്ചിരിക്കുന്നത്. വരും ദിവസം കൂടുതലിടങ്ങളിൽ എൻഫോഴ്സ്മെന്റ് ED-യുടെ പരിശോധന ഉണ്ടാകുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ക്രൈംബ്രാഞ്ച് അന്വേഷണം ശക്തമായി തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. സ്വാതി. ശരി സഹിൻ ആന്റണി, പകുതി വില തട്ടിപ്പ് കേസിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം ഊർജിതമായി തന്നെ മുന്നോട്ട് പോകുന്നു. ഓരോ ദിവസവും ലോക്കൽ പോലീസിന് പ്രതിദിനം 10 കേസുകളാണ് രജിസ്റ്റർ ചെയ്യുന്നത് എന്നുള്ളതാണ്. കേസുകൾ രജിസ്റ്റർ ചെയ്യുന്നതിൽ കുറവില്ല എന്നുള്ളതാണ്. സഹിൻ ആന്റണിയാണ് ആ വിവരങ്ങൾ നൽകിയത്.